ഗൈസ്, മുംബൈ സിറ്റി FC കപ്പടിച്ചതിന് പിന്നാലെയുള്ള അവരുടെ കൊഴിഞ്ഞുപോക്ക് അവസാനിക്കുന്നില്ല. ആദ്യത്തേത് നവോച്ച സിംഗ് എന്ന് പറയുന്ന ഒരു താരമാണ്. അറിയാലോ, കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ സീസണിൽ കളിച്ചിട്ടുള്ള ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള താരമാണ്. പക്ഷേ അദ്ദേഹം മുംബൈ സിറ്റി FC നിന്ന് ലോൺ അടിസ്ഥാനത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരുന്നത്. ഇപ്പോൾ IFTWC റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ബ്ലാസ്റ്റേഴ്സും നവോച്ച സിംഗുമായിട്ട് ഒരു പെർമനൻറ്റ് ഡീലിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിൽ ഈ സീസണിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള താരം തന്നെയാണ് അദ്ദേഹം. ഇപ്പം ഐബാൻ ദോഹ്ലിംഗ് എന്ന് പറയുന്ന താരത്തിന് ഫസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള LBക്ക് ഒരു ഇഞ്ചറി വരുന്ന സമയത്താണ് നവോച്ച സിംഗിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ ഡൂറൻ കപ്പിലെ പ്രകടനമൊന്നും അത്ര ഒരു മികച്ചതായിരുന്നില്ല. എന്നാൽ ISLൽ നവോച്ച സിംഗിന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കൺസിസ്റ്റൻ്റ് ആയുള്ള ഒരു പെർഫോമൻസ് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. 16 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഈ ഒരു സീസണിൽ. നന്നായിട്ട് ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഒരു ടോപ്പ് 5 പ്ലേയേഴ്സിൽ നമുക്ക് പറയാൻ പറ്റുന്ന താരമായിട്ട് തന്നെ ഒരു പ്രകടനം നവോച്ച സിംഗിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന് അവസാനം നമുക്കറിയാം ചില സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഉറപ്പായിട്ടും ബാധിച്ചിട്ടുണ്ട്. കാരണം ഒരേ ഒരു LB ആയിരുന്നു, പിന്നെ ഒരു ചോയ്സ് എന്ന നിലയിൽ തന്നെ ക്ലബ്ബ് മറ്റാരും നോക്കിയില്ല എന്നുള്ളതൊക്കെ ഒരു പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു താരത്തിലേക്ക് വരുമ്പോൾ 2 വിങ് ബാക്ക് റോളിലും കളിക്കാൻ കഴിയുന്ന പ്ലെയറാണ്. പക്ഷേ അദ്ദേഹത്തെ ഈ സീസണിൽ LB ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 ഫീറ്റ് ഒരേപോലെയൊക്കെ യൂസ് ചെയ്യുന്നൊരു പ്ലെയറാണ്. ഏതായാലും അടുത്ത സീസണിൽ ഐബാനോടൊപ്പം നവോച്ച സിംഗ് കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് അതൊരു എക്സ്ട്രാ ബൂസ്റ്റ് തന്നെ ആയിരിക്കും. കാരണം 2 നല്ല LB ഓപ്ഷൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യമാണ്, രാഹുൽ ബേക്കെ എന്ന് പറഞ്ഞിട്ടുള്ള മുംബൈ സിറ്റി FCയുടെ ക്യാപ്റ്റനായിട്ടുള്ള താരം, ചാമ്പ്യൻ ടീമിലെ ക്യാപ്റ്റൻ കൂടിയാണ്. അദ്ദേഹം ക്ലബ്ബ് വിടുന്നു. ഇപ്പം IFTWC തന്നെ റിപ്പോർട്ട് ചെയ്യുന്നൊരു പ്രകാരം ജനുവരിയിൽ BFCയുമായിട്ടൊരു പ്രീ കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചിരുന്നു എന്നുള്ളതാണ്. താരം മുമ്പ് ബംഗളൂരു FC കളിച്ചിട്ടുണ്ട്. ബംഗളൂരു FC വിൻ ചെയ്തിട്ടുള്ള, അതായത് ട്രോഫി വിൻ ചെയ്തിട്ടുള്ള ടീമിൻ്റെ ഭാഗമായിരുന്നു. അന്ന് ഫൈനലിൽ ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പം നാഷണൽ ടീമിൻ്റെ കൂടി ഒരു താരമായിട്ട് നിൽക്കുകയാണ് രാഹുൽ ബേക്കെ എന്ന് പറയുന്നൊരു പ്ലെയർ. അദ്ദേഹം റൈറ്റ് ബാക്കിലും CB റോളിലൊക്കെ കളിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പം BFCയുടെ ഒരു ഡിഫെൻസീവ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നല്ല താരങ്ങൾ, ഇപ്പോൾ ഇന്ത്യൻ താരങ്ങൾ തന്നെ നോക്കിയാൽ നിഖിൽ പൂജാരിയും അതുപോലെ സന സിംഗും റോഷൻ സിംഗും തുടങ്ങിയൊക്കെ നാഷണൽ ടീം താരങ്ങളൊക്കെ തന്നെ അടക്കമുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നദംകുട്ടി അല്ലെങ്കിൽ ജസൽ കാർണേരോ തുടങ്ങിയിട്ടുള്ള താരങ്ങളുണ്ട്. അതിനോടൊപ്പം വിദേശ താരങ്ങളും വരും. അതിനോടൊപ്പം രാഹുൽ ബേക്കെ കൂടി ആഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ ശക്തിപ്പെടുത്തും അവരുടെ ഡിഫൻസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും BFC ഒരു റീബിൽഡിങ് സ്റ്റേജിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് വിദേശ താരങ്ങളെയൊക്കെ എത്തിക്കുന്നു, അതും മുംബൈ സിറ്റി FCയിൽ നിന്ന് തന്നെ. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഇന്ത്യൻ താരത്തെ കൂടി മുംബൈ സിറ്റി FCയിൽ നിന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും താരങ്ങളുടെ സൈനിങ്സും കാര്യങ്ങളൊക്കെ BFCയുടെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം മുംബൈ സിറ്റി FCയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇന്ത്യൻ താരങ്ങളൊക്കെ അടക്കം ഒരുപാട് പേര് ഇനിയും പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ബിപിൻ സിംഗും അതുപോലെ ജയേഷ് റാണയൊക്കെ ക്ലബ്ബ് വിടാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ള ചില വാർത്തകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫോറിൻ താരങ്ങൾക്ക് പുറമെ ഗുർക്കിറത്തും ഓൾറെഡി ക്ലബ്ബ് വിട്ടു എന്നുള്ള വാർത്തകൾ വന്നതാണ്. അദ്ദേഹം ചെന്നൈയിൻ FCയിലേക്ക് ജോയിൻ ചെയ്തു എന്നുള്ളത്. ഇനി അവിടത്തൊക്കെ റീബിൽഡിങ് നടക്കുന്നു, എന്തൊക്കെ ചേഞ്ചസ് നടത്തുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ പറ്റുമോ കാണിക്കാൻ സനിയ.